പ്രാർത്ഥന കഴിയാറായെങ്കിൽ ഒരു കാര്യം പറയാനുണ്ട്. പൊടി കുഞ്ഞുങ്ങളെയും കൊണ്ട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായി അല്ലേ? നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങൾക്കൊരു വിഷമവും ഇല്ല. സ്കൂളിൽ പോയി പഠിക്കേണ്ട കുട്ടികളല്ലേ നിങ്ങള്? പഠിച്ചില്ലെങ്കിലും വേണ്ടില്ല, വാവകൾ ഞങ്ങളുടെ ജീവനാ. ഞങ്ങള് പഠിക്കാൻ പോയാലും കുഞ്ഞാവകളെ നോക്കാൻ ദേവമ്മയുണ്ടല്ലോ. അവരെയൊന്നും ഇനി ഈ വീട്ടിൽ കണ്ടുപോകരുത്. എനിക്കിഷ്ടമല്ല അവരെ. ഞങ്ങൾക്ക് ഇഷ്ടം ദേവമ്മേ. എന്റെ ഇഷ്ടമേ ഇവിടെ നടക്കൂ, മനസ്സിലായോ? എന്താ ഇവിടെ ബഹളം? ബഹളമൊന്നും ഇല്ല ചന്ദ്ര. ഞാനൊരു കാര്യം തീരുമാനിച്ചത് പറയുകയായിരുന്നു. എന്താ? ഈ പിള്ളേര് മൂന്നും കൂടി കുഞ്ഞുങ്ങളെ നോക്കി ഇവിടെ ഇരുന്നാ മതിയോ? പഠിക്കാനും സ്കൂളിൽ പോകാനും ഒക്കെ ഉള്ളതല്ലേ. ഇവരുടെ കാര്യം നോക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പൊ എനിക്കാ. ഞാൻ ഇന്നലെ ചന്ദ്രനോട് പറഞ്ഞതല്ലേ, കൈ കുഞ്ഞുങ്ങളെ തൽക്കാലം ഇവിടുന്ന് മാറ്റണം. നടന്നു തുടങ്ങാറാവുമ്പോ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യം ആലോചിക്കാം. വാവകളെ എങ്ങോട്ട് മാറ്റാൻ? അതൊക്കെയുണ്ട്, പറയാം. ഞങ്ങളുടെ കുഞ്ഞാവകളെ എങ്ങോട്ടും കൊണ്ടുപോവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങളുടെ സമ്മതം ആർക്ക് വേണം? ഇരട്ടകളെ ഇവിടുന്ന് മാറ്റാൻ ഞാൻ തീരുമാനിച്ചു. നാളെ ഒരു കൂട്ടര് വരും. അവര് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി നന്നായിട്ട് നോക്കിക്കോളും. വേണ്ട, ഞങ്ങൾ നോക്കിക്കോളാം വാവകളെ. ആർക്കും കൊടുക്കില്ല ഞങ്ങള്. വേണ്ടാന്ന് കലാവധി പറഞ്ഞത് കേട്ടില്ലേ? അത് തന്നെയാ നല്ലത്. കുഞ്ഞുങ്ങളെ നന്നായിട്ട് നോക്കുന്ന സ്ഥാപനത്തിലാ ഞങ്ങൾ ഏർപ്പാടാക്കിയിട്ടുള്ളത്. അവരവരുടെ വണ്ടിയിൽ തന്നെ വന്ന് കൊണ്ടുപോയിക്കോളും. കുഞ്ഞുവാവകളെ കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കൊണ്ടുപോയാ ഞങ്ങളും കൂടെ പോവും. ഞങ്ങൾക്ക് വാവകളെ കാണാതിരിക്കാൻ പറ്റില്ല. വാവകൾ ഉണർന്നു തോന്നുന്നു ചേച്ചി. വാ. അതാ നല്ലത്. എല്ലാവരും കൂടി അങ്ങ് പോട്ടെ ചന്ദ്ര. ജോത്സ്യരും പറഞ്ഞത് അങ്ങനെ തന്നെയാ. കൂടുതൽ ആലോചിക്കണ്ട, അങ്ങനെ തന്നെ തീരുമാനിക്കാം. വെറുതെ ചന്ദ്രന്റെ തന്നെ നാശത്തിന് നിൽക്കണ്ട.